Morning all. Yesterday or in our last class we discussed the story of Mowgli. We heard the story of Mowgli and wolves, and we stopped there, and today we can go to our remaining parts. You remember the story? Mowgli went to a forest, Mowgli and his friends. You remember? Yes. Then what happened? Yes, a snake. What is his name? Kaa attacked Mowgli and they made a crucial fight. We see that, and he get rid of മോഗ്ലി കായെ കീഴ്പ്പെടുത്തി. അതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അവർ വീട്ടിൽ വരികയാണ് അല്ലേ. അവരുടെ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ മദർ ചോദിക്കുന്നുണ്ട്, വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കഥ കഴിഞ്ഞത്. ഓക്കെ, എനിവേ ഇൻ പേജ് നമ്പർ 56 കംപ്ലീറ്റ് ദി സ്റ്റോറി ബൈ റൈറ്റിംഗ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മൗഗ്ലി ആൻഡ് മദർ വോൾഫ്. മൗഗ്ലിയും അമ്മ ചെന്നായും തമ്മിലുള്ള സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇറ്റ് ഈസ് എ ടാസ്ക്. യു ഹാവ് ടു ഡു ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദിസ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് വൈ ആർ യു ലേറ്റ്? മൗഗ്ലിയോട് അമ്മ ചോദിക്കുകയാണ്, വൈ ആർ യു ലേറ്റ്? എന്താ നീ ലേറ്റായത്? നിങ്ങൾ എന്താ ലേറ്റായത് എന്ന് മൗഗ്ലിയോടും മറ്റുള്ളവരും ചോദിക്കുകയാണെങ്കിൽ മൗഗ്ലി എന്തായിരിക്കും മറുപടി പറയുക? എന്താണെങ്കിൽ ലേറ്റാവാൻ കാരണം? കാ അറ്റാക്ക്ഡ് ദം അല്ലേ, കാ അവരെ ആക്രമിച്ചു, അതിനെ ഞാൻ കീഴ്പ്പെടുത്തി. ഇതൊക്കെ നിങ്ങളെന്തിൽ ഈ സംഭാഷണത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അവൻ നിങ്ങളെ ഹേർട്ട് ചെയ്തോ, വേദനിപ്പിച്ചോ? അപ്പോൾ അതൊക്കെ ഈ conversation you have to complete it in the textbook. Okay, it is a task, it is an assignment, you have to do it. If you have any doubt you can ask, otherwise you do it yourself. Okay, here in page number 57 we have a poem, ഒരു കവിത ഉണ്ട്. Nobody's friend. ആരും സുഹൃത്തായില്ലാത്തവർ, ആർക്കും സുഹൃത്തില്ലാത്തവർ, ആരുടെയും സുഹൃത്തല്ലാത്തവർ. നോക്കാം നമുക്ക് ആ കവിത. ഷീ ഹാഡ് സം സ്വീറ്റ്സ് ആൻഡ് ഷീ വുഡിൻ ഷെയർ. ഷീ ഹാഡ് സം സ്വീറ്റ്സ്. അവളുടെ കയ്യിൽ കുറേ മധുര പലഹാരങ്ങൾ, മിഠായികളൊക്കെ ഉണ്ട്. ദാറ്റ് ഷീ വുഡിൻ ഷെയർ. പക്ഷെ അത് അവൾ ആരോടും ഷെയർ ചെയ്യില്ല, ആർക്കും കൊടുക്കില്ല. ഷീ ഹാഡ് എ ബുക്ക് ദാറ്റ് ഷീ വുഡിൻ ലെൻറ്റ്. അവളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്, അതാർക്കും അവൾ എന്ത് ചെയ്യില്ല, കടം കൊടുക്കില്ല, വായിക്കാൻ കൊടുക്കില്ല. ഷീ വുഡിൻ ലെറ്റ് എനിബഡി പ്ലേ വിത്ത് ഹെർ ഡോൾ. ആരെയും തൻ്റെ പാവയുമായി കളിക്കാൻ അവൾ അനുവദിക്കില്ല, പാവ ആർക്കും അവൾ വിട്ടുകൊടുക്കില്ല. ഷീസ് നോബഡീസ് ഫ്രണ്ട്. ഷീസ് നോബഡീസ് ഫ്രണ്ട്. അവൾ ആരുടെയും കൂട്ടുകാരിയല്ല. ഷീസ് നോബഡീസ് ഫ്രണ്ട്. ആരേറ്റും അവൾക്ക് കൂട്ടില്ല. ഹി ഹാഡ് സം ടോഫി. ഹി ഹാഡ് സം ടോഫി. അവൻ്റെ കയ്യിൽ കുറച്ച് ടോഫി, മിഠായികളുണ്ട്, മധുരപലഹാരങ്ങളുണ്ട്. ആൻഡ് എയ്റ്റ് എവരി ബിറ്റ്. അവനത് ഓരോ കഷ്ണവും അവൻ തന്നെ തിന്നു. ഹി ഹാഡ് എ ട്രൈസിക്കിൾ ഹി വുഡിൻ ലെൻറ്റ്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ട്രൈസിക്കിൾ, മുച്ചക്ര വാഹനമുണ്ട്, അതായത് 3 ചക്രമുള്ള സൈക്കിളുണ്ട്. ഹി വുഡിൻ ലെൻറ്റ്. അതും അവനെന്ത് ചെയ്യില്ല, ആർക്കും കടം കൊടുക്കില്ല, ആർക്കും ചവിട്ടാൻ കൊടുക്കില്ല. ഹീ നെവർ ലെറ്റ് എനിവൺ പ്ലേ വിത്ത് ഹിസ് ട്രെയിൻ. തൻ്റെ കയ്യിലുള്ള കളിപ്പാട്ടമായ ട്രെയിന് കൊണ്ട് കളിക്കാൻ അവൻ ആരെയും അനുവദിക്കില്ല. ആ ട്രെയിന് കളിക്കാൻ ആർക്കും അവൻ കൊടുക്കില്ല. ഹീ ഈസ് നോബഡീസ് ഫ്രണ്ട്. അവനും ആരുടെയും സുഹൃത്തല്ല, അവനും സുഹൃത്തുക്കളില്ല. ബട്ട് ഐ വിൽ ഷെയർ ഓൾ ഓഫ് മൈ സ്വീറ്റ്സ് വിത്ത് യു. പക്ഷേ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വീറ്റ്സും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. മൈ ബോൾ ആൻഡ് മൈ ബുക്ക് ആൻഡ് മൈ ഗെയിംസ് ഐ വിൽ ലെൻറ്റ്. എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ പന്തുകൾ, എൻ്റെ ഗെയിംസ്, എൻ്റെ കളിപ്പാട്ടങ്ങൾ, കളിക്കോപ്പുകൾ എല്ലാം ഞാൻ ഐ വിൽ ലെൻറ്റ്, ഞാൻ കടം കൊടുക്കും, ഞാൻ മറ്റുള്ളവർക്ക് നൽകും. ഹിയർ ഈസ് ഹാഫ് മൈ ആപ്പിൾ ആൻഡ് ഹാഫ് മൈ കേക്ക്. ഇതാ എൻ്റെ ആപ്പിളിൻ്റെ പകുതി, എൻ്റെ കേക്കിൻ്റെ പകുതി. ഐ ആം യുവർ ഫ്രണ്ട്. കാരണം ഞാൻ നിൻ്റെ സുഹൃത്താണ്. എനിറ്റ് ബ്ലെയ്റ്റോൺ എന്ന കവി എഴുതിയ ഒരു കവിതയിലെ കുറച്ച് വരികളാണിത്. വെരി സിമ്പിളാണ്. ഹിയർ വി ഹാവ് 3 ചിൽഡ്രൻ.
വൺ ബോയ് വൺ ഗേൾ ആൻഡ് യു. ഗേൾ എങ്ങനെയാണ് അവരുടെ കയ്യിലുള്ള ഒന്നും ആർക്കും കൊടുക്കില്ല, അതുപോലെ തന്നെ ഈ ബോയും അവൻ്റെ കയ്യിലുള്ള ഒന്നും ആർക്കും ലെൻഡ് ചെയ്യില്ല, കടം കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. എനിമേ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദി പോം? ഈ കവിതയിൽ എത്ര ആളുകളുണ്ട്? 3 അല്ലേ? എമംഗ് ദം ഹൂ ഡു യു ലൈക്ക് മോസ്റ്റ്? ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫസ്റ്റ് പറഞ്ഞ ആളാണോ, രണ്ടാമത്തേതാണോ, മൂന്നാമത്തേതാണോ? ഡു യു ഷെയർ യുവർ തിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ് അതേഴ്സ്? നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാറുണ്ടോ? സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാറുണ്ടോ? എനിവേ let's come to the activity 58 in page number 58. The good child in the poem is everybody's friend. ഇതിലെ നല്ല കുട്ടി എന്ന് പറയുന്നത് എല്ലാവരും സുഹൃത്തായിട്ടുള്ള കുട്ടിയാണ് അല്ലേ? ശരിയല്ലേ? വാട്ട് കൈൻഡ് ഓഫ് എ ചൈൽഡ് ആർ യു? കംപ്ലീറ്റ് ദി ഫോളോയിങ്. നിങ്ങൾ എത്തരത്തിലുള്ള കുട്ടിയാണ് എന്ന് നിങ്ങളിവിടെ എഴുതണം. ഐ വിൽ ഷെയർ എവറിത്തിങ് വിത്ത് യു. ഐ വിൽ ഷെയർ മൈ ഫ്രൂട്ട്സ്, മൈ ടോഫീസ്, മൈ സ്വീറ്റ്സ് വിത്ത് യു. അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമെങ്കിൽ അത് എഴുതണം. ഐ വിൽ ലെൻഡ് മൈ ബുക്സ്, മൈ പെൻ ടു അതേഴ്സ് എന്നൊക്കെ നിങ്ങൾ എഴുതാം. ഐ ആം യുവർ ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. അങ്ങനെ നിങ്ങൾ ലെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതണം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് വെരി സിമ്പിൾ വൺ. Mowgli and his friends saw many fruits in the forest. Let us try to name them. മൗഗ്ലിയും തൻ്റെ സുഹൃത്തുക്കളും കുറേ പഴങ്ങൾ ആ കാട്ടിൽ കണ്ടു. അവയുടെ ചിത്രം തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് അതിൻ്റെ അടിയിൽ നിങ്ങൾ യു ഹാവ് ടു റൈറ്റ്. ഫസ്റ്റ് വൺ എന്താണ്, സെക്കൻഡ് വൺ എന്താണ്, യു ഹാവ് ടു റൈറ്റ് ഓൾ ദി നെയിംസ്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് വൺ എന്താണ്? ഓറഞ്ച്, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, പൈനാപ്പിൾ, ഗ്രേപ്സ്, ജാക്ക് ഫ്രൂട്ട്, ദർ ആർ സോ മെനി ഫ്രൂട്ട്സ്. അതാത് സ്ഥാനത്ത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ അവർ ആക്ടിവിറ്റി 3. മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് കാ. മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് കാ. മൗഗ്ലി കായുമായിട്ട് യുദ്ധം ചെയ്യാണ്. ക്യാൻ യു ഡിസ്ക്രൈബ് ദി സീൻ? സം ഹിൻസ് ആർ ഗിവൺ ബിലോ. നിങ്ങൾക്ക് ആ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സം ഹിൻസ് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ്, മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് കാ. ദി foxes are watching. Birds are running away. Ka is trying to bite. Elephants are watching the fight. Like that, you can make it in your own way. You have to make sentences using these words, these pictures and these words here in this column. Okay, try it and do. Then our next activity is activity 4. Let us make a mask. Let us make a mask. നമുക്കൊരു മാസ്ക് ഉണ്ടാക്കിയാലോ? Get a sheet of white paper and paste it on a piece of cardboard. കാർഡ്ബോർഡിൻ്റെ ചട്ടയിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിക്കുക. എന്നിട്ടോ ഡ്രോ ദി ഫേസ് ഓഫ് ആൻ അനിമൽ ആൻഡ് കളർ ഇറ്റ്. ഒരു മൃഗത്തിൻ്റെ ഫേസ് അതിൽ വരച്ചിട്ട് കളർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? കട്ട് ത്രൂ ദി ലൈൻസ്, മേക്ക് ഹോൾസ് ഫോർ യുവർ ഐസ്. കണ്ണിനും മൂക്കിനൊക്കെ വേണ്ട ഓട്ടിടുക. അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ടൈ എ സ്ട്രിങ്, യുവർ മാസ്ക് ഈസ് റെഡി. അങ്ങനെ ഒരു മാസ്ക്, ഒരു മൃഗങ്ങളുടെ മുകളിൽ ഒരു മാസ്ക് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുക. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുട്ട് ഓൺ മാസ്ക് ഓഫ് ഡിഫറെൻറ്റ് അനിമൽസ് ആൻഡ് ആക്ട് ലൈക്ക് ദം. പല മൃഗങ്ങളുടെ മാസ്ക് ഇട്ടിട്ട് അതുപോലെ അഭിനയിക്കാനാണ് പറയുന്നത്. Here we can discuss our next activity, activity 5 in page number 61. Seeing the fight between Mowgli and Kaa, the birds and the animals cried loudly. മോഗ്ലിയും കായും തമ്മിലുള്ള ഫൈറ്റ് കണ്ടിട്ട് മൃഗങ്ങളും അനിമൽസും ഒക്കെ ഉച്ചത്തിൽ കരഞ്ഞു. ക്യാൻ യു ഐഡൻറ്റിഫൈ ദെയർ ക്രൈസ്? ഓരോ പക്ഷികൾക്കും മൃഗങ്ങളുടെയും കരച്ചിലിന് വേറെ വേറെ പേരാണ് നമ്മൾ പറയുക. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നാണ്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ഫോക്സിൻ്റെ കരച്ചിലിന് എന്താണ് പറയുക? ഫോക്സ്
എന്താ ചെയ്യുക? ഫോക്സ് ഹൗൾ ചെയ്യുക ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ അടയാളപ്പെടുത്തുക. ലേൺ എന്താ ചെയ്യുക? ലേൺ റോർ ഗർജിക്കുക. എലഫൻറ്റോ ട്രംപറ്റ് ചിഹ്നം വിളിക്കുക. ടൈഗർ ഗ്രൗൾസ് മുരളുക. ഡോങ്കി എന്താണ്? ബ്രേ എന്ന് പറയും. മങ്കി ചാറ്റേഴ്സ്. ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. എനിവേ we can stop here for today. Here we have discussed 5 activities and a simple poem. In the activities, so most of the activities are very simple to do. You have to do, it's very funny and simple. You have to do all the activities very fastly. If you have any doubts, you can ask me in my WhatsApp number or through your teacher. Anybody can ask for any clarifications. Okay, thank you.